അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പുട്ടാണ് കേട്ടോ. ചിക്കൻ പുട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി ഇരിക്കണ്ടേ. ഞാൻ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും സംഭവങ്ങളിട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് വരട്ടിയെടുക്കണം. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും വേഗത്തിൽ വരണ്ട് വരും കേട്ടോ. ഈ സ്പൈസസ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതൊക്കെയാട്ടോ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇതൊന്ന് പതിയെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചതിട്ട് കൊടുത്ത് നമ്മുടെ ഉള്ളി അത്യാവശ്യം മൂത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും മുളക് പൊടി ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്ത് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി മൂത്തതിന് ശേഷം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം തിരുമ്മിച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും കൂടെ അതിനുള്ളിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ വേവിച്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒഴിച്ചു, പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ, നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി സാധാരണ പോലെ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണ്? സാധാരണ പുട്ട് ഉണ്ടാക്കുക എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം, പുട്ടുണ്ടാക്കാൻ അല്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമ്മൾ നമ്മുടെ തേങ്ങ ചിരണ്ടിയതിട്ടു, പിന്നെ നമ്മൾ പുട്ടുപൊടി ഇട്ടു, പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഒരു ലെയറും കൂടെ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, ആവിക്ക് വയ്ക്കുക. എൻ്റെ നീളത്തിലുള്ള പുട്ട് ഉണ്ടാക്കുന്ന ആ സംഭവം ഇല്ല കേട്ടോ, അതാണ് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് സംഭവം ബഹുത്ത് അച്ചാഹേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞവർക്ക് അറിയാം. ഇങ്ങനെ എന്നെ ഉണ്ടാക്കി നോക്കുക, പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചുമ്മാ പറയുന്നതല്ല, അസൽ ടേസ്റ്റായിരുന്നു. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ മതി, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, അതേ എല്ലാവരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ചിക്കൻ പുട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയുമെന്ന് വിചാരിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബായ്.